എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലുമായി ബന്ധപ്പെട്ട് റൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറ്റും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചില ആപ്ലിക്കേഷന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, റൂട്ട് ചെയ്ത മൊബൈലിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ഉണ്ട്, അത് റൂട്ട് ചെയ്ത ഫോണിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ആക്ച്വലി എന്തിനാണ് നമ്മൾ ഫോൺ റൂട്ട് ചെയ്യുന്നത്, എന്താണ് റൂട്ടിംഗ്, അതേപോലെ നമ്മൾ ഫോൺ റൂട്ട് ചെയ്തുകൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊബൈൽ റൂട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം മാത്രം നിങ്ങൾ റൂട്ട് ചെയ്യുക നിങ്ങളുടെ ഫോൺ. അതിനു മുമ്പായിട്ട് ഈ കാണുന്നത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ്. കമ്പ്യൂട്ടറും മൊബൈലും ഇന്റർനെറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇത് ഫേസ്ബുക്ക് പേജാണ്. ഫേസ്ബുക്ക് പേജിലും എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് ഇവിടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂട്യൂബിലെത്തും. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോകൾ കാണാൻ സാധിക്കും. ഇനി എന്താണ് റൂട്ടിംഗ് എന്ന് നോക്കാം. റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിംഗ് ഈസ് ജെയിൽ ബ്രേക്കിംഗ് ഫോർ ആൻഡ്രോയിഡ്സ്. അതായത് നമ്മളുടെ മാനുഫാക്ചേഴ്സ് വെക്കുന്ന ചില നിയമങ്ങളുണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുമ്പോൾ അത് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനുകൾ പലപ്പോഴും നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവർ ചില നിയമങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് നമ്മൾക്ക് അവരുടെ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ റൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് അവർ വെക്കുന്ന എല്ലാ നിയമങ്ങളും നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്ക് ആവശ്യത്തിന് ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതിനകത്ത്. പിന്നെ അതിൽ ഓവർ ക്ലോക്ക് ഓർ അണ്ടർ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഓവർ ക്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിംഗ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫോണിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതേപോലെ അണ്ടർ ക്ലോക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫോണിന്റെ ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാം, അതേപോലെ ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാം. നമുക്ക് ഏതാണോ ആവശ്യം അതിന്റെ അനുസരിച്ച് നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ റൂട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളുടെ ഫോൺ റൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആദ്യത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലോക്ക് ഹിഡൻ ഫീച്ചേഴ്സ്. നമ്മുടെ ഫോണിൽ കമ്പനി തരുന്ന ചില ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് റൂട്ട് ചെയ്യാത്ത ഫോണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് റൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിന്റെ ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ കാണും. അതൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളുടെ ഫോണിന്റെ ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി ഗാർഡ്. അതായത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് പ്രൈവസി തരുന്ന, നമുക്ക് നമ്മളുടെ ഫോണിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് റൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഡ് ഫ്രീ. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അഡ്വർടൈസ്മെന്റും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയാൻ വാട്സപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വാട്സപ്പ് നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ചില അഡ്വർടൈസ്മെന്റ് അതിന്റെ കൂടെ വരുന്നതാണ്. ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ മൊബൈൽ ഡേറ്റ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നതുകൊണ്ട് അവരുടെ മൊബൈൽ ഡേറ്റ പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഓരോ പരസ്യങ്ങൾ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസ് ആയിരിക്കും. ഇതൊക്കെ ലോഡായി വരാൻ മൊബൈൽ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മൊബൈൽ ഡേറ്റ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫ്രീ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ആഡ്സ് ഒരുപാട് വരാറുണ്ട്. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകളുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നത്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അടുത്തതായിട്ട് അഞ്ചാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൺഇൻസ്റ്റാൾ ബ്ലോട്ട് വെയർ ആപ്ലിക്കേഷൻസ് ആണ്.
അതായത് ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലോട്ട്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തായിരിക്കും നമുക്ക് കമ്പനി നമുക്ക് ഫോൺ നൽകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഓപ്പൺ ആക്കാത്ത പല ആപ്ലിക്കേഷനുകളും വെറുതെ നമ്മളുടെ ഫോണിൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയി കിടപ്പുണ്ട്. നമുക്കതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ അറിയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് നമ്മളുടെ മെമ്മറി, അതായത് റാം യൂസ് ചെയ്യും. അങ്ങനെ റാം ഫിൽ ആയിക്കൊണ്ടിരിക്കും എപ്പോഴും. അങ്ങനെ നമ്മുടെ ഫോണിന്റെ സ്പീഡ് കുറയുകയൊക്കെ ചെയ്യുന്നത് മെയിനായിട്ടുള്ള കാര്യം അതാണ്. അതായത് ഒരു പ്രയോജനമില്ലാത്ത കുറെ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ എപ്പോഴും ഉണ്ടായിരിക്കും. റൂട്ട് ചെയ്യാത്ത ഫോണുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അതായത് അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കളയാൻ സാധിക്കും. അടുത്ത ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് അപ്പ് യുവർ ഫോൺ. അതായത് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളുടെ ഫോണിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ സാധിക്കും. നമ്മളുടെ റാം നമുക്ക് ഫ്രീ ആക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഫോണിന്റെ സ്പീഡ് അതിലൂടെ തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അടുത്തതായിട്ടുള്ള ഇൻസ്റ്റാൾ ഇൻകമ്പാറ്റബിൾ ആപ്സ്. അതായത് നമ്മളുടെ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നവർ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള രീതിയിലായിരിക്കത്തില്ല നമുക്ക് അവർ ഫോൺ നൽകുന്നത്. എത്രയും ആപ്ലിക്കേഷൻസ് കുറച്ച് അത് യൂസ് ചെയ്യാൻ സാധിക്കുമോ അതായിരിക്കും അവർ അതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻകമ്പാറ്റബിൾ ആപ്സ് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരാറുണ്ട്. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും ഇൻകമ്പാറ്റബിൾ ആപ്സ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ വരത്തില്ല. എല്ലാ ആപ്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫോണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് റൂട്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ബാക്കപ്പ് ആപ്ലിക്കേഷനുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കും. റൂട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റൂട്ട് ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് റൂട്ട് ചെയ്യുന്നതിലൂടെ. ഡിസ്അഡ്വാൻറ്റേജസിൽ ആദ്യം പറയാനുള്ളത്, നിങ്ങൾ റൂട്ട് ചെയ്യുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള വേയിൽ തന്നെ നിങ്ങൾ റൂട്ട് ചെയ്യുക. നിങ്ങൾ റൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കറക്റ്റഡ് ഫയൽസ് നിങ്ങളുടെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോൺ ഓൺ ആകത്തില്ല. നിങ്ങളുടെ ഫോൺ ഡെഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കറക്റ്റഡ് ഫയൽസ് വല്ലതും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ബൂട്ട് സെക്ടർ കറക്റ്റ് ആവും. പിന്നെ നിങ്ങളുടെ ഫോൺ ഓൺ ആകത്തില്ല. നിങ്ങൾ വാറണ്ടി പീരീഡിലുള്ള ഫോൺ അഥവാ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അതിന്റെ പൈസ ഈടാക്കും. അതായത് നിങ്ങൾ ഒരു കാരണവശാലും വാറണ്ടി പീരീഡിലുള്ള ഫോൺ റൂട്ട് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ അവരോട് പറയാതിരിക്കുക റൂട്ട് ചെയ്യുന്നതിലൂടെയാണ് ഫോൺ ഇങ്ങനെ കുഴപ്പം സംഭവിച്ചതെന്ന് പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവർ അതിന്റെ പൈസ ഈടാക്കും. റൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും അവർ നിങ്ങളുടെ പൈസ ഈടാക്കും. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാറണ്ടി പീരീഡിലുള്ള ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരെ ശരിയാക്കി തരേണ്ടതാണ്. നിങ്ങളത് റൂട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ പറയാതിരിക്കുക. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാറണ്ടിയുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റൂട്ട് ചെയ്യുന്നതിലൂടെ വാറണ്ടി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഫോണിന്റെ വാറണ്ടി ഇല്ല. അപ്പൊ നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞ ഫോണുകളൊക്കെ റൂട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് റൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഫോൺ റൂട്ട് ചെയ്യുക. ചില ഫോണുകളിൽ നിങ്ങൾ റൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോൺ അൺറൂട്ട് ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങളുടെ ഫോൺ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണോ എന്ന് നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ റൂട്ട് ചെയ്യുക. എല്ലാ ഫോണിലും ഇങ്ങനെ സാധിക്കണമെന്നില്ല. നമ്മൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അൺറൂട്ട് ചെയ്യാൻ എല്ലാ ഫോണിലും സാധിക്കണമെന്നില്ല. ചില ഫോണുകളിൽ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഫോണുകളിലൊക്കെ നമുക്ക് അൺറൂട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം റൂട്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഫോൺ റൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച്. iRoot എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാനത് റൂട്ട് ചെയ്യുന്നത് കാണിച്ചത്. എന്നാൽ iRoot എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആ റൂട്ട് ചെയ്യുന്ന ആ ഒരു രീതി ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അങ്ങനെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അൺറൂട്ട് ചെയ്യാനും ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ സാധിക്കും. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. റൂട്ട് ചെയ്യുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, എന്തിനാണ് റൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ
ഈ വീഡിയോയിൽ ചർച്ച ചെയ്തു. അടുത്ത വീഡിയോയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലെത്തി ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ വീഡിയോകളും ഞാൻ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നല്ല വീഡിയോകളുമായി നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.